അമേരിക്കൻ ഐക്യനാടുകളുടെ പടിഞ്ഞാറൻ പ്രദേശത്തുള്ള ഒരു സംസ്ഥാനമാണ് യൂട്ട. 1896 ജനുവരി 4 യൂണിയന്റെ ഭാഗമായ യൂട്ട 45ാമത്തെ സംസ്ഥാനമാണ്. ഇന്ത്യൻ ഭാഷയിൽ യൂട്ട എന്നാൽ മലം പ്രദേശക്കാർ എന്നാണ്. ആ വാക്കിൽ നിന്നാണ് യൂട്ട എന്ന പേരിന്റെ ഉദ്ഭവം. ദക്ഷിണ മധ്യ യൂട്ടായിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമേരിക്കൻ ദേശീയ വനമാണ് ഫിഷ് ലേക്ക് നാഷണൽ ഫോറസ്റ്റ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല പർവ്വത തടാകമായ ഫിഷ് തടാകത്തിൽ നിന്നാണ് ഈ ദേശീയ വനത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കടൽ നിരപ്പിൽ നിന്ന് 8000 അടി ഉയരത്തിലാണ്. ഫിഷ് ലേക്ക് നാഷണൽ ഫോറസ്റ്റും ഗ്ലെൻവുഡ് ഫോറസ്റ്റും കൂടി ചേർന്ന് 1908 സ്ഥാപിതമായതാണ് ഈ വനം. 1.5 ദശലക്ഷം ഏക്കർ അഥവാ 6100 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതും 4 ജില്ലകളിലും 9 കൗണ്ടികളുടെ ഭാഗമായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബില്ലി വർത്തൻ. ഫിഷ് ലേക്ക് നാഷണൽ ഫോറസ്റ്റിന്റെ പ്രദേശത്താണ് ബില്ലി വർത്തൻ തന്റെ ആടുകളെ വളർത്തുന്നത്. ഇവിടെ ഇയാൾക്ക് വലിയൊരു ആട് വളർത്തൽ ഫാമുണ്ട്. 1992 ജൂലൈ 26 തന്റെ 876 ആടുകളെ ഫാമിലാക്കിയതിനു ശേഷം അയാൾ തന്റെ വീട്ടിലേക്ക് തിരികെ പോയി. ഈ ഫാമിന് മുകളിൽ കാവലായി ആകാശത്ത് തിളങ്ങുന്ന ഒരുപാട് നക്ഷത്രങ്ങളും താഴെ 2 കാവൽ നായ്ക്കളും ഉണ്ടായിരുന്നു. ഇവരാണ് സ്ഥിരമായി ആടുകൾക്ക് സംരക്ഷണം നൽകിയിരുന്നത്. തലേദിവസം വൈകുന്നേരം യാത്ര പറഞ്ഞുപോയ സൂര്യൻ തിരികെ എത്തിയപ്പോൾ വർത്തൻ തന്റെ കുതിരയുമായി ഫാമിലേക്ക് പുറപ്പെട്ടു. ഫാമിലേക്ക് എത്തുവാൻ ഏതാണ്ട് 100 മീറ്റർ ദൂരം മാത്രമായപ്പോൾ കുതിര അസ്വസ്ഥനായി. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് വർത്തന് തോന്നി. എങ്കിലും പ്രയാസപ്പെട്ട് കുതിരയെ ഫാമിനടുത്തേക്ക് അയാൾ എത്തിച്ചു. ഫാമിന് തൊട്ടരികിൽ എത്തിയപ്പോഴാണ് കുതിരയ്ക്കുണ്ടായ അസ്വസ്ഥത വർദ്ധനുമുണ്ടായത്. ഫാമിന് തൊട്ടരികിലെത്തിയ വർദ്ധന് രൂക്ഷമായ ഒരു ഗന്ധം അനുഭവപ്പെട്ടു. അയാൾ ഞെട്ടിത്തരിച്ചുപോയി. ആ ഗന്ധം രക്തത്തിൻ്റെതായിരുന്നു. കുതിര അസ്വസ്ഥനാവാൻ കാരണം ഈ രക്തഗന്ധം തന്നെ. അയാൾ കുതിരപ്പുറത്തു നിന്നും താഴേക്കിറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ 2 നായ്ക്കൾ അവിടേക്ക് ഓടി വന്നു. അവർ കുരച്ചുകൊണ്ട് വരികയും വിഷമത്തോടെ മൂളുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ നായ്ക്കൾ തൊട്ടരികിലുള്ള പുൽ മൈതാനത്തേക്ക് നോക്കിക്കൊണ്ട് കുരച്ചുകൊണ്ടിരുന്നു. അയാൾ ആ മൈതാനത്തേക്ക് നോക്കി. അവിടെ ഒന്നും കാണാനില്ലായിരുന്നു. അയാൾ താഴേക്ക് കണ്ണോടിച്ചപ്പോൾ വലിയ പഗ് മാർക്കുകൾ കണ്ടു. ആരിലാണ് നായ്ക്കൾ കുറ്റം ആരോപിക്കുന്നത് എന്ന് വർത്തന് മനസ്സിലായി. അയാൾ നേരെ ഫാമിലേക്ക് എത്തി വലിഞ്ഞു നോക്കി. അവിടെ സംഭവിച്ചു കഴിഞ്ഞ ആ കാഴ്ച കണ്ട് അയാളൊന്ന് നടുങ്ങിപ്പോയി. ഫാമിനകത്ത് ഒരു ചെറിയ പുഴ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. ഒരു രക്തപ്പുഴ. യൂട്ടായിലെ നിവാസികൾ മനസ്സിലാക്കിയതിനും കൂടുതൽ വ്യാപകമായി കാണപ്പെടുന്ന പൂച്ചവർഗമാണ് കൂഗറുകൾ. മനുഷ്യരുടെ മുന്നിൽ വരാൻ മടിയുള്ള ഈ പൂച്ചകളെ സംസ്ഥാനത്തുടനീളം കാണാം. ഉയർന്ന പർവ്വത നിരകൾ മുതൽ വരണ്ട തെക്കൻ മരുഭൂമികൾ വരെ അവ വിഹരിക്കുന്നു. എന്നാൽ അനധികൃതമായി അവർ കർഷകരുടെ ഫാമിൽ കയറി വളർത്തുമൃഗങ്ങളെ കൊലപ്പെടുത്തി ഭക്ഷിക്കുന്നതിൽ വളരെ മുമ്പിലാണ്. വർദാന്റെ ഫാമിൽ ഇതുപോലെയുള്ള ഒരു കൂഗർ ആക്രമണമാണ് ഉണ്ടായത് എന്ന് പ്രത്യക്ഷത്തിൽ വർദാന് മനസ്സിലായി. വർദാന്റെ നെഞ്ച് ശക്തമായി ഇടിക്കുവാൻ തുടങ്ങി. അയാൾ വിഷമത്തോടെ ഫാമിനകത്തേക്ക് കയറി. നിരവധി ആടുകളാണ് കൊല്ലപ്പെട്ട് കിടക്കുന്നത്. അവയെ കൊന്ന മൃഗം ഒന്നിനെയും ആഹാരമാക്കിയിട്ടുണ്ടായിരുന്നില്ല. വർദാൻ ഉടനെ തന്നെ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം US അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് സർവീസുമായി ബന്ധപ്പെട്ട ആളുകൾ വന്നെത്തി. അവർ ആടുകളുടെ മൃതദേഹം എണ്ണുവാൻ തുടങ്ങി. 98, വീണ്ടും എണ്ണി 100. പലതവണ എണ്ണി നോക്കിയിട്ടും അവരിൽ എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു സംശയമുണ്ടായി. കാരണം ശവശരീരങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. വീണ്ടും എണ്ണുമ്പോൾ ശവശരീരങ്ങളിൽ ചെറിയ കല്ലുകൾ കയറ്റി വെക്കേണ്ടതായി വന്നു. ഒരു മൃഗത്തെ തന്നെ 2 തവണ കണക്കാക്കിയിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു അത്. അങ്ങനെ അവർ വീണ്ടും എണ്ണം എടുത്തു കഴിഞ്ഞു.
യൂട്ടാ സംസ്ഥാന ചരിത്രത്തിൽ ഒരു ഫാമിൽ ഒറ്റ രാത്രിയിൽ നടന്ന ഏറ്റവും വലിയ കൊലപാതകങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത്. എത്ര ആടുകൾ കൊല്ലപ്പെട്ടു എന്നല്ലേ? 102 ആടുകൾ. ഫാമിനകത്ത് കുറ്റവാളിയുടെ രക്തം പുരണ്ട കാൽപ്പാടുകളുണ്ട്. അത് വേലിയുടെ പുറത്തേക്ക് നടന്നു പോകുന്നു. പിന്നീട് ട്രാക്ക് മണ്ണിൽ വ്യക്തമായി പതിഞ്ഞു കിടക്കുന്നതും കാണാനുണ്ട്. അത് സൂക്ഷിച്ചു നോക്കാനായി കില്ലി ജോറൈറ്റ് കുനിഞ്ഞ് അവിടെയിരുന്നു. അത് നിരീക്ഷിച്ചതിന് ശേഷം അയാൾ ബോർഡൻ ചുക്കിനെ നോക്കി. ചുക്ക് അതെ എന്ന് ശരിവെക്കും വിധം തലയിളക്കി. ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദി ഒരു പർവ്വത സിംഹമാണെന്ന് ഉറപ്പാക്കി. ആ പർവ്വത സിംഹത്തിന്റെ കാലടയാളത്തിന് സാധാരണയായി കാണാവുന്ന പർവ്വത സിംഹങ്ങളെക്കാൾ അല്പം വീതി ഉണ്ടായിരുന്നു. പർവ്വത സിംഹത്തെ കൂഗർ എന്നും പ്യൂമ എന്നും വിളിക്കുന്നു. നിരവധി കൂഗറുകളുടെ പൗ മാർക്കുകൾ അവിടെവിടെയായി കാണാനുണ്ടായിരുന്നു. അത് നിരീക്ഷിച്ചപ്പോൾ ഫാമിൽ കയറിയ കൂഗറിന്റെ അടയാളവുമായി ഒന്നിനും മാച്ചിങ് ഉണ്ടായിരുന്നില്ല. അതോടെ മറ്റു കൂഗറുകളെ അപേക്ഷിച്ച് ഒറ്റപ്പെട്ടു നടക്കുന്ന വലിയൊരു കൂഗർ ഇവിടെ ഒരെണ്ണം ഉണ്ടെന്ന് നിഗമനമുണ്ടായി. ടോം ആൻഡ് ജെറിയിലെ ടോമിനെ പോലെ തോന്നിപ്പിക്കുന്ന മുഖമുള്ള ഒരു വലിയ കൂഗറിനെ വർദ്ധാൻ 2 ദിവസം മുൻപ് ഇവിടെ കണ്ടതായി അവരോട് പറഞ്ഞു. ഒറ്റ രാത്രിയിൽ 2 നായ്ക്കളെ കബളിപ്പിച്ചോ മറ്റോ ഫാമിൽ കയറുകയും വിരളി പിടിച്ച രീതിയിൽ എന്തിനെന്നല്ലാതെ 102 ആടുകളെ കൊലപ്പെടുത്തുകയും ചെയ്ത ഇവൻ അതീവ ധൈര്യശാലിയും അപകടകാരിയുമാണെന്ന് ഉറപ്പാണ്. ഓൾഡ് വിമൺ പീഠഭൂമിയിൽ ഒരു പുതിയ രാജാവിന്റെ വാഴ്ചയുടെ തുടക്കമാണിതെന്ന് അപ്പോൾ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ആ രാജാവിനെ ടോം എന്ന് അവർ പേര് നൽകുകയും ചെയ്തു. ആ സമയത്ത് യൂട്ടായിലെ വന്യജീവി സേവന വിഭാഗത്തിന്റെ ഡയറക്ടറായ മൈക്ക് ബോർഡൻചുക്കും ഫെലിക് കോൺകോളറും വേട്ടയാടൽ വിദഗ്ധനായ കെല്ലി ജോറൈറ്റുമായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ ആ ടോമിനെ സിംഹം എന്നുകൂടി വിളിച്ചു. പർവ്വത സിംഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം ചെയ്തു എന്ന കാര്യത്തിൽ അവൻ അവരുടെ രാജാവായി മാറി. 1993 ശൈത്യകാലത്ത് യൂട്ടായിലെ വന്യജീവി സേവന വിഭാഗത്തിന്റെ റീജിയണൽ ഡയറക്ടർ സ്ഥാനം ബോർഡൻചുക്ക് സ്വീകരിച്ചപ്പോൾ അദ്ദേഹവും റൈറ്റും ചേർന്ന് അന്നത്തെ രക്തച്ചൊരിച്ചിലിന് ഉത്തരവാദിയായ പർവ്വത സിംഹത്തെ നിയന്ത്രണത്തിലാക്കണമെന്ന് ഉറപ്പിച്ചിരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ പേരിൽ അറിയപ്പെടുന്ന ജീവിയാണ് കൂഗർ അഥവാ മൗണ്ടൻ ലയൺ. പെൻഡർ, ഗോസ്റ്റ് കാറ്റ്, കാറ്റാമൗണ്ട്, ഡീർ ടൈഗർ, പ്യൂമ എന്നിങ്ങനെ തുടങ്ങി 40ഓളം പേരിലാണ് ഈ മൃഗം അറിയപ്പെടുന്നത്. അമേരിക്കയിലുടനീളമുള്ള വനപ്രദേശങ്ങളിൽ ഇവ ധാരാളമായി വസിക്കുന്നുണ്ട്. ചരിത്രപരമായി ചുരുക്കം ചില പർവ്വത സിംഹങ്ങൾ ആക്രമണപരമായി പ്രശസ്തി നേടിയിട്ടുള്ളവയാണ്. അതിലൊന്ന് തന്നെയാണ് ഇവനും. ഒരു പർവ്വത സിംഹത്തിന്റെ സ്വാഭാവിക പ്രതിരോധ സംവിധാനം മരത്തിൽ കയറുക എന്നതാണ്. വേട്ടമൃഗങ്ങളോ ചെന്നായ്ക്കളോ അടുത്തു വരുമ്പോൾ അവ ഓടി മരത്തിലോ പാറയിലോ കയറും. വേട്ടയാടാൻ വരുന്ന മൃഗങ്ങൾ ഈ അഭ്യാസം അത്ര വശമുള്ളവരായിരിക്കില്ല. ഒടുവിൽ അവർ നിരാശയോടെ തിരികെ പോകേണ്ടതായി വരുന്നു. എന്നാൽ അപവാദങ്ങൾ നിർവചനമനുസരിച്ച് പ്രവചനാതീതമാണ്. ബോർഡൻചുക്ക് തന്റെ ഇനിയുള്ള ജീവിതം ഒരു പർവ്വത സിംഹവുമായി ഇഴചേർന്നു പോകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അങ്ങനെ അവർ ആ ടോമിനെ തേടിയിറങ്ങി. ടോമിന്റെ പ്രദേശം അടിസ്ഥാനപരമായി ഓൾഡ് വിമൺ പീഠഭൂമിയായിരുന്നു. ഏകദേശം 40 ചതുരശ്ര മൈൽ പീഠഭൂമി അതിന്റെ പടിഞ്ഞാറൻ അറ്റത്തിനും കിഴക്കൻ അറ്റത്തുള്ള ഒരു റിമ്മിനുമിടയിലാണ്. അവിടെ ഒരു മിന്നൽ പിണർ പോലെ വടക്കോട്ടൊഴുകുന്ന 1000 അടി നീളമുള്ള ഒരു നദിയുമുണ്ട്. റോക്കി കാറ്റിൽ തൂങ്ങിയാടുന്ന മേഘങ്ങൾ വേഗത്തിൽ നീങ്ങുമ്പോൾ മലയിടുക്കുകളും അവയുടെ വരമ്പുകളും പ്രത്യക്ഷപ്പെടും. പിന്നെ മേഘങ്ങളുടെ രൂപങ്ങൾ 3 ഇരട്ടിയും പിന്നീട് 4 ഇരട്ടിയായും വർദ്ധിക്കുന്നു. തിരച്ചിലുകൾക്കൊടുവിൽ ബോർഡൻചുക്ക് പീഠഭൂമിയുടെ അതിർത്തികളിൽ ടോമിന്റെ അടയാളങ്ങൾ കണ്ടെത്തി. മലമൂത്ര വിസർജനം നടത്തുകയും അതിനു മുകളിൽ ഇലകളും കമ്പുകളും കൂട്ടി കൂമ്പാരമാക്കിയിട്ടിരിക്കുന്നു. മരത്തിൽ നഖം കൊണ്ട് പോറലുകൾ ഇട്ടിരിക്കുന്നു. ഈ ഒരു പ്രദേശം അവൻ്റേതാണെന്ന് അടയാളപ്പെടുത്തുവാനായി മൂത്രമൊഴിച്ചു വെച്ചിട്ടുമുണ്ട്. കൂഗറുകളിൽ ആണുങ്ങൾ തമ്മിൽ പൊതുവെ അടുപ്പം വെച്ച് പുലർത്താറില്ല. അവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഒരു പോരാട്ടം നടക്കും. ഈ പോരാട്ടത്തിൽ ഉൾപ്പെടുന്ന കൂഗറുകളിൽ ഒരാൾ കൊല്ലപ്പെടും. ഒരു പ്രബലനായ കൂഗർ തൻ്റെ പ്രദേശത്ത് അധികം പ്രായമാകാത്ത ഒരു കൂഗറിനെ പിടികൂടിയാൽ അവനെ തീർച്ചയായും കൊല്ലും. വലിയ കൂഗറുകൾ മറ്റു കൂഗറുകളുടെ അതിർത്തി മുറിച്ചു കടന്നാൽ ഒരു വഴക്കുണ്ടാകുക എന്നത് സ്വാഭാവികമാണ്.
ഓരോ വർഷവും മനുഷ്യവേട്ടക്കാരാൽ ഒരുപാട് കൂഗറുകൾ കൊല്ലപ്പെടുന്നു. ഇതിനെല്ലാം പുറമെ അവരുടെ നാശമുണ്ടാകുന്നത് കൂഗറുകൾ തമ്മിലുണ്ടാകുന്ന വഴക്കുകൾ മൂലമാണ്. പിറ്റേ ദിവസവും അവർ ടോമിനെ അന്വേഷിച്ച് നടന്നു. എന്നാൽ അന്നത്തെ ദിവസവും ടോമിനെക്കുറിച്ച് യാതൊരു അറിവും അവർക്ക് ലഭിച്ചില്ല. ജോൺ വിഞ്ച് തൻ്റെ പിതാവിനും മുത്തച്ഛനും മുൻപുണ്ടായിരുന്നതുപോലെ ഓൾഡ് വിമൺ പീഠഭൂമിയുടെ മേച്ചിൽ പെർമിറ്റ് കൈവശം വെച്ചിരുന്നു. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ ആടുകളെയും കന്നുകാലികളെയും ഫാമുകളിൽ വളർത്തുന്ന സമയമാണ്. ഈ നേരത്ത് അവയെ വിശാലമായ പുൽത്തകിടികളിൽ മേയാനായി വിട്ടയക്കും. ഈ നേരത്ത് പർവ്വത സിംഹങ്ങളും കൊയോട്ടുകളും കരടികളും അവയെ ആക്രമിക്കാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ വാടകയ്ക്കെടുത്ത ചെറിയ വെള്ള നിറമുള്ള വണ്ടികളിൽ അവയ്ക്ക് ചുറ്റും പലപ്പോഴുമായി ചുറ്റി നടക്കും. രാത്രിയിൽ പലപ്പോഴും വണ്ടിയിൽ തന്നെ താമസിക്കുകയും ചെയ്യും. അങ്ങനെയിരിക്കെ 1993 ഏപ്രിൽ 10 ജോൺ വിഞ്ചിന്റെ ആടുകളിൽ ഒന്നിനെ കൂഗർ കൊന്നതായി കണ്ടെത്തി. മറ്റു ജീവികളെ അപേക്ഷിച്ച് ആടുകളെ കൊല്ലുന്നതിൽ കൂഗറുകൾ മാന്യന്മാരാണ്. കൊയോട്ടുകൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ആടുകളെയും മറ്റു മൃഗങ്ങളെയും ജീവനോടെ ഭ്രാന്തമായ രീതിയിൽ കീറിമുറിച്ച് കഴിക്കുന്നു. കറുത്ത കരടികൾ ഇരയെ കടിച്ചു കീറി കൊല്ലുന്നു. എന്നാൽ പർവ്വത സിംഹങ്ങൾ ആടിന്റെ കഴുത്തിന്റെ പിൻഭാഗം കടിക്കുകയും നട്ടില് തകർക്കാൻ ശക്തമായ മുൻകാലുകൊണ്ട് തല വളച്ചൊടിക്കുകയും ചെയ്യുന്നു. ഏറെക്കുറെ ജീവന്റെ തുടിപ്പ് അവസാനിക്കുമ്പോൾ മാത്രമായിരിക്കും അവർ അതിനെ തിന്നു തുടങ്ങുന്നത്. ഏതായാലും വിഞ്ചിന്റെ ഫാമിൽ കയറി ഒരാടിനെ കൊലപ്പെടുത്തിയ കാര്യം അന്വേഷിക്കാനായി ചുക്കും സഹായിയും അവിടേക്കെത്തി. ഇത്തവണ ആടിനെ കൊലപ്പെടുത്തിയത് ടോം ആയിരുന്നില്ല, അത് മറ്റൊരു കൂഗർ ആയിരുന്നു. എന്നാൽ ഫാമിന് 2 കിലോമീറ്റർ ചുറ്റളവിൽ ടോമിന്റെ കാലടയാളം കണ്ടെത്തിയതോടെ ബോഡൻചുക്കിന്റെ പക അല്ലെങ്കിൽ ആ തീവ്രമായ ആഗ്രഹം മറനീക്ക് പുറത്തു വന്നു. 1 വർഷം മുൻപ് 102 ആടുകളുടെ കൂട്ടക്കൊലയ്ക്ക് ശേഷം അവന്റെ സാമീപ്യം കണ്ടെത്തിയിരിക്കുന്നു. ബോഡൻചുക്ക് കാത്തിരുന്നത് ഇതുപോലെ ഒരു അവസരത്തിനായിരുന്നു. ആധുനിക വന്യജീവി സേവന വേട്ടക്കാർ മനുഷ്യരെ അപകടപ്പെടുത്തുന്നതോ മറ്റു ജീവികളെ കൂട്ടത്തോടെ കൊന്നെടുക്കുന്നതോ ആയ അവയുടെ വേട്ടക്കാരെ മാത്രം കൊല്ലുന്നു. മാംസാഹാരം കഴിക്കുന്നവരെ വിവേചനരഹിതമായി ഉന്മൂലനം ചെയ്യാൻ മറ്റുള്ളവരെ പോലെ ഇവർ സൈനൈഡും മറ്റു കാര്യങ്ങളും തന്നെ ഉപയോഗിക്കാറേയില്ല. അതിനാൽ പിടികിട്ട പുള്ളിയായ ഈ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിയായ ആ കൂഗറിനെ തന്നെ കൊന്നുവെന്ന് ഉറപ്പാക്കാനായി ബോഡൻചുക്കിന് ക്ഷമയോടെ കാത്തിരിക്കേണ്ടതായി വന്നു. ദിവസങ്ങൾ കടന്നുപോയി. കൂഗറുകൾ പല ഫാമുകളിലും കയറി ആടുകളെ കൊലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ അറിയാറുമുണ്ട്. എന്നാൽ അവയ്ക്കൊന്നും ചുക്കിന്റെ മാനസിക സന്തോഷം ഉയർത്താൻ കഴിഞ്ഞില്ല. കാരണം ബില്ലി വർത്തൻ, ജോൺ വിഞ്ച് എന്നിവരുടെ പ്രദേശത്തോട് ചേർന്നാണ് ടോമിനെ 2 തവണ അവർ കണ്ടതായി പറയപ്പെടുന്നത്. ടോമിനെ കാണണം, അവനെ പിടികൂടണം എന്നതായിരുന്നു ചുക്കിന്റെ ആഗ്രഹം. അങ്ങനെ ഇരിക്കെ വീണ്ടും ബില്ലിയുടെ കോൾ വന്നു. 2 ആടുകളെ കൂഗർ കൊലപ്പെടുത്തിയിരിക്കുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചുക്ക് അവിടേക്ക് എത്താൻ സാധിച്ചു. ആക്രമണ സ്ഥലത്തിനു ചുറ്റുമായി 4 ഇഞ്ച് വലിപ്പമുള്ള പഗ് മാർക്ക് കണ്ടെത്തിയപ്പോൾ ബിഗ് ടോം വീണ്ടും രക്തചിത്രം വരച്ചതായി ബോഡൻചുക്കിന് മനസ്സിലായി. ഉടൻ തന്നെ അവൻ തന്റെ നായ്ക്കളെ കെട്ടഴിച്ചു വിട്ടു. ഗോമർ, ബ്ലൂടിക്ക്, ബ്രൂട്ടസ്, റെഡ് ബോൺ അവയായിരുന്നു ആ നായ്ക്കൾ. നായ്ക്കളുടെ കുര മലയിടുക്കിന്റെ ഭിത്തികളിൽ പ്രതിധ്വനിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നായ്ക്കൾ ആ ബിഗ് ടോമിനെ കണ്ടെത്തി. പക്ഷേ നായ്ക്കൾക്ക് തനിക്ക് കഴിയുന്നത് പോലെ ഉയരങ്ങളിലേക്ക് ചാടാൻ കഴിയില്ല എന്ന് ആ ടോമിന് അറിയാമായിരുന്നു. അവനൊരു പാറക്കെട്ടിലേക്ക് ഓടിക്കയറി. നായ്ക്കൾ കുരച്ചുകൊണ്ട് പഠിച്ച പണി 18 നോക്കിയിട്ടും 4 അടിയിൽ കൂടുതൽ ഉയരത്തിൽ കയറാൻ കഴിഞ്ഞില്ല. ടോം അതൊന്നും ഗവനിക്കാതെ പാറകളിലെ വിള്ളലിലൂടെ എവിടേക്കോ പോയി മറഞ്ഞു. ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ ബ്ലൂടിക്ക് തല കുനിച്ച് മുന്നിൽ വന്നു നിന്നു. ബോഡൻചുക്കിന്റെ തലോടൽ ഒരു ആശ്വാസമായതോടെ സ്നേഹത്തോടെ അവൻ വാലാട്ടി. 3 ദിവസത്തിന് ശേഷം ടോം വീണ്ടും ഒരു കൊലപാതകം നടത്തി. അവനൊരു ഹിറ്റ് ആൻഡ് റൺ സിംഹമായിരുന്നു. ബോഡൻചുക്ക് ഒരു കാര്യം മനസ്സിലാക്കി. 1 തവണ മാത്രം അവൻ തൻ്റെ ഇരയിൽ നിന്ന് ആഹാരം കഴിച്ചിരുന്നുള്ളൂ. അവനൊരു മിടുക്കനായിരുന്നു. 2ാം വരവ് അപകടമാണെന്ന ബോധ്യം അവനുണ്ടായിരുന്നു.
എന്തായാലും ഇത്തവണ നായ്ക്കൾ കുരയ്ക്കുവാൻ തുടങ്ങിയപ്പോൾ ടോം വിശാലമായി കിടക്കുന്ന പാറയുടെ ചെരുവിലേക്ക് ഇറങ്ങി. ഏകദേശം 2 മൈൽ ദൂരം ഇറക്കമുണ്ട് അവിടെ. നായ്ക്കൾക്ക് വീണ്ടും ആ വലിയ ടോമിനെ നഷ്ടപ്പെട്ടു. അത് ഏതു വഴിക്ക് ചാടിപ്പോയി എന്നറിയാനായി ചാരനിറത്തിലുള്ള കുതിരപ്പുറത്തു നിന്നും ബോഡൻ ചുക്ക് താഴേക്കിറങ്ങി. ചുക്ക് ആ താഴ്വരയിലേക്ക് ഒരുപാട് സമയം നോക്കിയിരുന്നു. എന്നാൽ ടോം എവിടേക്കാണ് ചാടിപ്പോയത് എന്ന് കണ്ടെത്താനായില്ല. ചിറകുകളുള്ള ഒരു പക്ഷിയെപ്പോലെ ടോം ബഹിരാകാശത്തേക്ക് പറന്നുയർന്നു എന്ന് അവൻ ചിന്തിച്ചു. ആദ്യത്തേതിനേക്കാൾ കൂടുതലായി കൂഗറുകൾ ഫാമിനടുത്തേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞതോടുകൂടി ചുക്ക് ബില്ലി വർത്തന്റെ ഫാമിലേക്കും ശ്രദ്ധ വർദ്ധിപ്പിച്ചു. 6 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു കൂഗർ ആടുകൾക്ക് സമീപം എത്തിച്ചേർന്നു. ആടുകൾ അപായ സൂചന നൽകി. ഇത് കേട്ട് കൂട്ടിൽ കിടന്നിരുന്ന നായ്ക്കളും ഇത് ആവർത്തിച്ചു. പകൽ സമയമായതിനാൽ തന്നെ ദൂരെ പാറയ്ക്ക് മറവിലിരിക്കുന്ന കൂഗറിനെ ബോഡൻ ചുക്ക് കണ്ടു. അകലെ നിന്നിരുന്ന ചുക്ക് തന്റെ കുതിരയെ നിർദ്ദേശം നൽകി അവിടേക്ക് എത്തിയപ്പോഴേക്കും കൂഗർ ആട്ടിൻകൂട്ടത്തിലേക്ക് കയറിയിരുന്നു. ഭയന്നു വിറച്ച ആടുകൾ ചിതറിത്തെറിച്ചു. ചുക്ക് തന്റെ നായ്ക്കളെ വാനിലുള്ള കൂട്ടിലാണ് നിർത്തിയിരുന്നത്. വാനിൽ നിന്നും നായ്ക്കളെ തുറന്നു വിട്ടതോടുകൂടി റോക്കറ്റ് കണക്കെ അവർ കുതിച്ചു പാഞ്ഞു. ഭയപ്പെട്ട് വിരളി പിടിച്ചു ഓടിയിരുന്ന ആടുകൾ കൂഗറിനെ പിടിക്കാൻ ഓടി വന്ന ബ്രൂട്ടസിനെ അബദ്ധത്തിൽ ഇടിച്ചു തെറിപ്പിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് കൂഗറിനെ ലക്ഷ്യമാക്കി വീണ്ടും ഓടി. അപ്പോഴേക്കും പ്രായം കുറഞ്ഞ ഒരു ആടിന്റെ കഴുത്തിൽ കൂഗർ പിടുത്തമിട്ടിട്ടുണ്ടായിരുന്നു. ബ്രൂട്ടസ് കൂഗറിന്റെ അടുത്ത് എത്തിയപ്പോൾ കൂഗർ ആടിന്റെ കഴുത്തിലെ പിടുത്തം വിടാതെ ബ്രൂട്ടസിനെ ഭയപ്പെടുത്താനായി ചില ശബ്ദങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ബ്രൂട്ടസിന്റെ പിറകെ 3 നായ്ക്കൾ ഓടി വരുന്നത് കണ്ടതോടുകൂടി കൂഗർ ആ ആടിന്റെ കഴുത്തിലെ പിടുത്തം വിട്ട് ഓടി. എന്നാൽ നന്ദിയുള്ള നായ്ക്കൾ അവനെ ഒരു പാറയുടെ വിള്ളലിലേക്കാണ് ഓടിച്ചു കയറ്റിയത്. ഉടനെ തന്നെ അവർ യജമാനനെ വിവരം കുരച്ചുകൊണ്ട് അറിയിച്ചു. കുതിരപ്പുറത്ത് വന്ന് പാറയുടെ വിള്ളലിലേക്ക് നോക്കിയ ബോഡൻ ചുക്ക് സാമാന്യം വലുപ്പമുള്ള ഒരു കൂഗറിനെ കണ്ടു. അതൊരു പാറയുടെ വിള്ളലിൽ കയറിയിരിക്കുകയാണ്. ഇനിയും അതിന് മുന്നോട്ടു പോകാൻ കഴിയാത്തത്രയും ഇടുങ്ങിയ വിള്ളലിലേക്കാണ് അത് അഭയത്തിനായി ശ്രമിച്ചത്. തിരിഞ്ഞു നേരെ മുന്നോട്ട് വരിക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. എന്നാൽ ആ ഓപ്ഷൻ അവൻ ഉപയോഗിക്കുന്നതിന് മുൻപേ അതിന്റെ ഹൃദയഭാഗത്തേക്ക് ബോഡൻ ചുക്ക് ലക്ഷ്യം വെച്ചിരുന്നു. ആ കൂഗർ തന്റെ മുൻകാലുകളിലൊന്ന് മുൻപോട്ട് വെച്ചപ്പോഴേക്കും ഉടനെ തന്നെ തോക്ക് ശബ്ദിച്ചു. വലിയൊരു പ്രകമ്പനം തന്നെ അലയടിച്ചു. മാസങ്ങൾ കടന്നുപോയി. റൈറ്റും ബോഡൻ ചുക്കും 1993 മാത്രമായി ഇപ്പോൾ ഓൾഡ് വിമൺ പീഠഭൂമിയിൽ നിന്ന് 5 പർവ്വത സിംഹങ്ങളെയാണ് കൊലപ്പെടുത്തിയത്. പക്ഷേ അവർക്ക് ഒരിക്കലും ആ രാജാവിനെ കൊല്ലാൻ കഴിഞ്ഞില്ല. ആ വർഷത്തിൽ മറ്റു കൂഗറുകളുടെയും ടോമിന്റെയും വേട്ടയാടലുകളിൽ ജോൺ വിഞ്ചിന്റെ 5-1 ആടുകളെ നഷ്ടപ്പെട്ടു. അതിനോടൊപ്പം തന്നെ പതിയെ ടോം തന്റെ പ്രശസ്തി നേടിയെടുക്കുകയായിരുന്നു. 1993-94 ശൈത്യകാലത്ത് ബോഡൻ ചുക്ക് ടോമിന്റെ കശാപ്പ് അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. ചുക്ക് തന്റെ മറ്റൊരു സുഹൃത്തിനെ കൂടെ കൂട്ടി. അവൻ നല്ലൊരു ഷൂട്ടറായിരുന്നു, പിന്നെ ഒരു കായിക താരവും. ആ 2 വേട്ടക്കാർ സ്നോ സ്കൂട്ടറുകളിൽ കയറി ടോമിനെ തിരയുവാൻ തുടങ്ങി. രാവിലെ എത്തുന്ന സൂര്യന്റെ ചൂട് കാരണം കുറച്ചു സമയമാകുമ്പോഴേക്കും താഴെ മഞ്ഞിൽ പതിഞ്ഞിരിക്കുന്ന അടയാളങ്ങൾ ഉരുക്കി കളയും. എന്നാൽ മഞ്ഞ് വീഴുന്ന സമയമാണെങ്കിൽ ട്രാക്ക് പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും ചെയ്യും. അത് ടോമിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാക്കും. മഞ്ഞും വെയിലും മാറി മാറി വന്ന് ടോമിന്റെ അടയാളങ്ങൾ മായ്ച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് പലപ്പോഴും ടോമിന്റെ അടയാളങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറായിരുന്നില്ല. 4-ാം ദിവസം ചൂക്കും സുഹൃത്തും വേട്ടയ്ക്കിറങ്ങി. ചെറിയ കൂഗറുകളുടെ അടയാളങ്ങൾ കടന്നുപോയ ശേഷം അവർ വലിയ ടോമിന്റെ പഗ് മാർക്ക് കണ്ടെത്തി. മിനിറ്റുകൾക്ക് മുൻപേയായിരുന്നു ആ പഗ് മാർക്ക് താഴെ പതിഞ്ഞിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ബ്രൂട്ടസ് ഒരു ചെറിയ ശബ്ദമുണ്ടാക്കി. മൂ മൂ എന്ന് ശബ്ദമുണ്ടാക്കി അവൻ ചൂക്കിനെ നോക്കി. ഉടനെ തന്നെ ഗോമർ മുറുമുറുക്കുവാൻ തുടങ്ങി. അതോടുകൂടി ഒരു പർവ്വത സിംഹം ഇവിടെ അടുത്തെവിടെയുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. ഒരു പക്ഷേ അത് ടോം തന്നെയായിരിക്കും.
പെട്ടെന്നായിരുന്നു അരികിലുണ്ടായിരുന്ന പാറയിൽ നിന്ന് ഒരു ജീവി മറ്റൊരു പാറയിലേക്ക് ചാടുന്നത് അവർ കണ്ടത്. അവന്റെ ഓരോ ചാട്ടത്തിനും 15 അടി ദൂരമുണ്ടായിരിക്കണം. അത് ടോം ആയിരുന്നു. ബ്രൂട്ടസിന്റെ ശബ്ദം ഒരു വിലാപത്തിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അലർച്ചയിലേക്ക് മാറി. സലറേറ്റസ് ക്രീക്കിലെ അരികിലേക്ക് പോകുന്നതിന് പകരം ആ വലിയ പൂച്ച വടക്കോട്ട് തുറന്നു കിടക്കുന്ന പ്രദേശത്തേക്ക് ഓടിപ്പോയി. ഇനി കാര്യങ്ങൾ എളുപ്പമായിരിക്കും, ബോഡൻചുക്ക് വിചാരിച്ചു. പാറയിടുക്കിലേക്ക് പോയിരുന്നെങ്കിൽ ദൗത്യം ഇപ്പോഴേ പരാജയപ്പെട്ടേനെ. ഇതിപ്പോൾ അത്ര പ്രയാസമില്ലല്ലോ. ഗോമറും ബ്രൂട്ടസും കൂഗറിന് പിറകെ ഓടി. അവയ്ക്ക് പിറകെ ചൂക്കും സുഹൃത്തുവും സഞ്ചരിച്ചു. പക്ഷേ അപ്പോഴാണ് ബോഡൻചുക്ക് കൽക്കരി മൈൻ റോഡിനെ കുറിച്ച് ഓർത്തത്. എല്ലാ ദിവസവും ട്രക്കുകൾ ആ റോഡിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു, പക്ഷേ ഞായറാഴ്ച ഒഴികെ. എന്നാൽ അത് ഞായറാഴ്ചയല്ല. ടൺ കണക്കിന് കൽക്കരി നിറച്ച് ഇറുകിയ മഞ്ഞു മൂടിയ റോഡിലൂടെ ഉഴുതുമറിച്ച് കൽക്കരി ട്രക്കുകൾ ട്രെയിൻ പോലെ പായുന്നു. പോരാതെ ആ റോഡിനെ മുറിക്കുന്ന റെയിൽ വരമ്പുകളുമുണ്ട്. ട്രെയിൻ അടുക്കുമ്പോൾ ട്രക്കുകൾ അകലെ പതുക്കെയായി നിർത്തുന്നു. ട്രെയിൻ പോയി കഴിഞ്ഞാൽ അവയും യാത്ര തുടരും. കാര്യം ഓർമ്മ വന്നപ്പോൾ ബോഡൻചുക്കിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. കൂഗർ സഞ്ചരിക്കുന്നത് ഇപ്പോൾ റെയിൽ പാളത്തിലൂടെയാണ്. 1-2 അടി ഉയരത്തിൽ മഞ്ഞ് റെയിൽ പാളത്തിൽ വീണ് കിടക്കുന്നുണ്ട്. 45 സെക്കൻഡ് മുന്നോട്ട് ഓടിയപ്പോൾ റെയിൽ പാളത്തിന്റെ ഇരുവശത്തും ട്രക്കുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. ചിലത് വേഗത്തിൽ തന്നെ മറികടക്കുന്നു. അതെ, ട്രെയിൻ വരുന്നുണ്ട്. കൂഗർ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണോ? അവൻ ട്രെയിൻ വരുന്ന അതേ ദിശയിലേക്കാണ് ഓടുന്നത്. അതിന് പിറകെ തന്റെ നായ്ക്കളും. ഒരു കൽക്കരി ട്രക്ക് ബിഗ് ടോമിനെ ഇടിച്ച് ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് കാണാനായി ബോഡൻചുക്ക് തന്റെ സ്നോ സ്കൂട്ടറിലേക്ക് കയറി. ഒന്നിൽ മിസ്സായാൽ മറ്റൊരു ട്രക്ക് ഏതു നിമിഷവും പിറകെ ഉണ്ടാകും. ആ വലിയ പൂച്ച ഏതെങ്കിലും സാഹചര്യത്തിൽ റോഡ് മുറിച്ചു കടക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് റിസ്ക് എടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കൂഗറിന്റെ തൊട്ടരികിൽ തന്റെ നായ്ക്കൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഏതു നിമിഷവും തന്റെ നായ്ക്കളുടെ പിടിയിൽ ടോം അകപ്പെടും. എന്നാൽ തൊട്ടുമുന്നിൽ മഞ്ഞുകൂനയെ ആകാശത്തേക്ക് തെറിപ്പിച്ചുകൊണ്ട് ഒരു ട്രെയിൻ പാഞ്ഞു വരുന്നുണ്ട്. ഇരുവശത്തും ട്രെയിൻ വരുന്നതിന് മുൻപേ കടന്നു പോകാൻ വെമ്പുന്ന ചില ട്രക്കുകളുമുണ്ട്. റിസ്ക് എടുക്കാൻ അയാൾ തയ്യാറായില്ല. ഒരു പക്ഷേ കൂഗറിന്റെ ഒപ്പം തന്റെ നായ്ക്കളും ചിതറിപ്പോകുമെന്ന് അയാൾ ഭയന്നു. ചുക്ക് തന്റെ നായ്ക്കളോട് നിർത്തി തിരികെ വരൂ എന്ന് ഉറക്കെ ഒച്ച വെച്ച് പറഞ്ഞു. എന്നാൽ ഇരയെ വേട്ടയാടുന്ന ആവേശം കൊണ്ടോ ചൂളം വിളിച്ച് പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ ശബ്ദം കൊണ്ടോ ആ നായ്ക്കൾ ബോഡൻചുക്കിന്റെ വിളി കേട്ടില്ല. ബോഡൻചുക്ക് ഭയപ്പെട്ട് തലയിൽ കൈവച്ചു. വേട്ടനായ്ക്കൾക്ക് ഇരയെ പിടികൂടാൻ 2 അടി പോലും ദൂരമില്ലായിരുന്നു. അതിയായ ഉച്ചത്തിൽ ചൂളം വിളിച്ച് തീവണ്ടി വരുന്നു. ബോഡൻചുക്ക് നായ്ക്കളെ തിരികെ പിടിച്ചു. എന്നാൽ അവർ അത് കേൾക്കുന്നില്ല. ടോമിന്റെയൊപ്പം തന്റെ നായ്ക്കളും ചതഞ്ഞറിഞ്ഞു പോകുമോ എന്ന് അയാൾ ഭയപ്പെട്ടു. ചുക്കും സുഹൃത്തും വിസിലടിച്ചു. തിരികെ വിളിക്കുകയും ചെയ്തു. ഭാഗ്യം, നായ്ക്കൾ ചൂളം വിളിച്ചത് കേട്ടു. മടങ്ങി വരിക എന്ന സിഗ്നലായിരുന്നു അത്. ഉടനെ തന്നെ അവർ തിരികെ ഓടി. വേട്ടക്കാർ പിന്തിരിഞ്ഞെന്ന് മനസ്സിലാക്കിയ കൂഗർ വേഗത കുറച്ച് ഓടി. അതുകൊണ്ട് മാത്രം വേഗത്തിൽ കടന്നുപോയ ഒരു ട്രക്കിന്റെ അടിയിൽപ്പെടാതെ കൂഗർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. മാത്രമല്ല, ട്രെയിൻ തട്ടാതെ വിജയകരമായി രക്ഷപ്പെടുകയും ചെയ്തു. യജമാനൻ എന്താണിപ്പോൾ കാണിച്ചത്? ഞങ്ങൾ അവനെ ഇപ്പോൾ പിടികൂടുമായിരുന്നില്ലേ എന്ന് ചോദിക്കും വിധം റെഡ്ബോണും ഗോമറും സംശയത്തോടെയും നിരാശയോടെയും ചുക്കിനെ നോക്കി ശബ്ദമുണ്ടാക്കി. വേട്ടനായ്ക്കൾക്ക് ഒന്നും സംഭവിക്കാത്തതിനാൽ അയാൾ സന്തോഷിച്ചു. അങ്ങനെ വളരെ മികച്ച ഒരു അവസരമില്ലാതായിരിക്കുന്നു. ചുക്കിന് ആശ്വാസവും നിരാശയും ഒരുപോലെ ഉണ്ടായി. പിന്നീട് ആ ഇരുണ്ട വർഷം അങ്ങനെ കഴിഞ്ഞുപോയി. തദ്ദേശീയരായ അമേരിക്കൻ ഗോത്രങ്ങൾക്ക് പർവ്വതസിംഹങ്ങളുമായി ബന്ധപ്പെട്ട് മിഥ്യാധാരണകളൊന്നുമില്ല. പർവ്വതസിംഹങ്ങളെ കൂട്ടായി തരംതിരിക്കാൻ കഴിയാത്തത്ര അവ്യക്തമായിരുന്നുവെന്ന് തോന്നുന്നു. ഈ അവ്യക്തതയെ വിഞ്ചു വെറുത്തു.
തുടർച്ചയായുള്ള 4 വർഷം അവന്റെ ആടുകൾക്കും കന്നുകാലികൾക്കും ഇരുണ്ടതും രക്തരൂക്ഷിതവുമായിരുന്നു. പീഠഭൂമിയിലെ 3000-ഓളം വരുന്ന തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ശരാശരി ഒരു വർഷം 600 ആടുകളെ വിഞ്ചിന് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഈ കാലയളവിലെ കൂഗർ ആക്രമണ ജേണൽ എൻട്രികൾ ബോഡൻജുക്ക് ഒരു പാശ്ചാത്യ ടൈം നോവൽ പോലെ വായിച്ചുകൊണ്ടിരുന്നു. നിരാശയുടെയും എന്നാൽ ധൈര്യത്തിന്റെയും നാളുകളായിരുന്നു അത്. ഒരു ദിവസം ചൂക്ക് കാൽനടയായി കൂഗറുകളെ തേടി അലയുമ്പോൾ ഒരു വലിയ കൂഗറിനെ കണ്ടു. അതൊരു പെണ്ണായിരുന്നു. അതിന്റെ മുഖത്ത് നക്കി തുടച്ച് മുഴുവനാക്കാത്ത രക്തക്കറ കണ്ടതോടുകൂടി അതിനെ പിടികൂടാൻ ശ്രമിക്കവേ കൂഗർ ഒരു മലഞ്ചെരുവിലേക്ക് ഓടി. ചൂക്ക് അതിന്റെ പിറകെ തന്നെ വെച്ചുപിടിച്ചു. കൂഗർ ഇടുങ്ങിയ ഒരു തുരങ്കത്തിലൂടെ മുന്നോട്ട് പോയി. അയാൾ അതേ വഴി തന്നെ ഇഴഞ്ഞു കയറി. ഇരുളായിരുന്നു അവിടെ. കൂഗർ ഒച്ച വെച്ചു. ഇനി കൂഗറിന് പോകാൻ ഇടമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ കൂഗർ അതിന്റെ അഗാധമായ മുരൾച്ചയുടെ ശബ്ദത്തിൽ നിൽക്കുമ്പോൾ തന്നെ ചൂക്ക് അതിനെ വെടിവെച്ചു. പിന്നീട് ഒരു ദിവസം വളർത്തു പൂച്ചകളെ പിടിച്ചു കൊണ്ടുപോയി ഭക്ഷിക്കുകയും ആൾതാമസമില്ലാത്ത വീടിന്റെ പൂമുഖത്തിന് കീഴിൽ താമസിച്ചു വരികയും ചെയ്ത 2 പർവ്വതസിംഹങ്ങളെയും ചൂക്ക് വെടിവെച്ചു കൊന്നു. ഈയൊരു സമയം കൊണ്ട് ചൂക്കും റൈറ്റും മറ്റു ചിലരും ബിഗ് ടോമിനെ തന്നെ 200 തവണയെങ്കിലും പിന്തുടർന്നിട്ടുണ്ടായിരിക്കുമെന്നാണ് ബോർഡൻ കണക്കാക്കുന്നത്. എന്നാൽ ഓരോ അവസരത്തിലും അവൻ അവരുടെ അരികിൽ നിന്ന് ശൂന്യതയിലേക്ക് ചാടി മറഞ്ഞു. ഇത്രയും വർഷത്തെ നഷ്ടത്തിന് ശേഷം വിഞ്ചിന് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ തീരുമാനമെടുക്കേണ്ടതായി വന്നു. അതോടുകൂടി ആ ഫാമിലെ പർവ്വതസിംഹങ്ങളുടെ യുദ്ധങ്ങൾ അവസാനിച്ചു. ഒരു പിടി മണൽ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു അത്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും അത് നിങ്ങളുടെ വിരലുകളിലൂടെ വഴുതി പോകുമെന്ന് വിഞ്ച് പറഞ്ഞു. ഇനി അവൻ ആടുകളെ പീഠഭൂമിയിൽ കയറ്റില്ല. വിഞ്ച് ആടുവളർത്തൽ അവസാനിപ്പിച്ചു. വർഷത്തിൽ 1000-നടുത്ത് ആടുകളെ വളർത്തിയിരുന്ന വിഞ്ച് ഈ തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നത് വെറും 29 ആടുകളായിരുന്നു. അടുത്ത ശൈത്യകാലത്ത് ടോം മരിക്കേണ്ടതായിരുന്നു. 1995 ജനുവരിയിൽ വലിയൊരു വരമ്പിന് സമീപം ടോം താമസം തുടങ്ങിയിരുന്നു. എൽക്കുകളുടെ കൂട്ടം അവിടെ ധാരാളമായി ഉണ്ടായിരുന്നു. അവയെ ആശ്രയിച്ചാണ് ടോം കുറച്ചു കാലം കഴിഞ്ഞത്. ഈ സമയത്താണ് ഒരു എൽക്ക് ഈ വലിയ പൂച്ചയുടെ താടിയെല്ല് തകർത്തത് എന്ന് ബോഡൻജുക്ക് വിശ്വസിക്കുന്നു. പ്രദേശത്തെ സ്ഥിരം യാത്രക്കാരുടെ പക്കൽ നിന്നാണ് ഈ വിവരം ലഭിച്ചത്. മരങ്ങളിൽ കോറിയിട്ട പാടുകളിൽ നിന്നും ടോം അവിടെ 2 ദിവസം മുൻപ് വരെ ഉണ്ടായിരുന്നുവെന്ന് അവർ കണ്ടെത്തി. ഭക്ഷണത്തിനായി എൽക്കുകൂട്ടത്തിലേക്ക് കയറിയ ഒരു പൂച്ചയെ ഒരു മരത്തിലേക്ക് എടുത്ത് എറിയുന്നത് 2 പേർ ദൂരെ നിന്ന് കണ്ടിരുന്നു. ടോമിനെ എൽക്ക് പിന്നിലെ കുളമ്പുകൊണ്ട് ചവിട്ടിയതാകാമെന്ന് ബോഡൻജുക്ക് വിശ്വസിക്കുന്നു. താടിയെല്ല് തകർന്ന വലിയൊരു പർവ്വതസിംഹത്തെ 2 ദിവസം മുൻപ് മറ്റൊരു സംഘവും കണ്ടിരുന്നു. പരിക്ക് പറ്റി എല്ലുകൾ ഉരുകുന്നത് വരെ അടുത്ത 6 മാസം അവനെങ്ങനെ ആഹാരം കഴിച്ചുവെന്നും ജീവിച്ചുവെന്നും ഒരു ഊഹക്കച്ചവടമാണ്. എന്നാൽ വേദന വളരെ സാങ്കല്പികമാണ്. 1996 ബോഡൻജുക്ക് റീജിയണൽ സൂപ്പർവൈസറിൽ നിന്ന് സ്റ്റേറ്റ് ഡയറക്ടർ ഓഫ് വൈൽഡ് ലൈഫ് സർവീസസ് ആയി സ്ഥാനക്കയറ്റം ലഭിച്ചു. ഇതോടെ ഇദ്ദേഹം 200 മൈൽ വടക്ക് സാൾട്ട് ലേക്ക് സിറ്റി ഏരിയയിലേക്ക് താമസം മാറി. ഞാൻ മറ്റു പർവ്വതസിംഹങ്ങളെ പിന്തുടരുമ്പോഴും ആ പഴയ ടോമിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമെന്ന് അദ്ദേഹം പലപ്പോഴും മറ്റുള്ളവരോട് പറഞ്ഞിരുന്നു. ഒരു വേട്ടക്കാരനെ അവന്റെ എതിരാളിയുടെ കഴിവുകൾ കൊണ്ടാണ് അളക്കുന്നത് എന്ന് ചുക്ക് കരുതുന്നു. ഒരു മികച്ച കായിക താരത്തെ പോലെ ആ കാര്യത്തിൽ ടോം ചുക്കിനെ ശക്തമായി തോൽപ്പിച്ചിരുന്നു. അതിനാൽ ചൂക്കിന് വീണ്ടും ഒരു മത്സരം വേണമെന്ന് ആഗ്രഹമുണ്ടായി. ഓൾഡ് വിമൺ പീഠഭൂമിയിൽ കന്നുകാലികളില്ലാതെ വലിയ ടോമിനെ വേട്ടയാടാൻ ബോഡൻജുക്കിന് ഒരു വ്യക്തിഗത ടാഗ് വേണ്ടതായി വന്നു. തന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ അവൻ തന്റെ ഭാര്യ ഡെബിയോട് സംസാരിച്ചു. കുറച്ചു നാളായുള്ള അഭ്യർത്ഥനയ്ക്ക് അവസാനം അവൾ സമ്മതിച്ചു. 2000 അവർ ആ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നു. അവിടെ ഒരു ക്യാമ്പും നിർമ്മിച്ചു. പകലും രാത്രിയും ടോമിനെ നോക്കി നടന്നിട്ടും ടോം അവരുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടില്ല. ആധിപത്യം പുലർത്തിയ പൂച്ച വളരെ ധൈര്യശാലിയായിരുന്നു. അവൻ ഒരു രാത്രി അവരുടെ ക്യാമ്പിലൂടെ നടന്നു പോയത് വൈകിയാണ് അവർ അറിഞ്ഞത്.
ഇത്രയും വർഷമായി തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് കാണാൻ ടോമിന് ആഗ്രഹമുണ്ട് എന്നാണ് റൈറ്റ് തമാശയായി പറഞ്ഞത്. തന്നെ നോട്ടമിട്ടോ അതോ തൻ്റെ പ്രദേശത്തോ മനുഷ്യർ വന്നു കൂടിയെന്നറിഞ്ഞിട്ടും അവൻ പേടിച്ചില്ല. എന്നിട്ടും ആ വലിയ പൂച്ച അന്ന് മരങ്ങളിൽ വരകൾ ഉണ്ടാക്കി. തുടർന്നുണ്ടായ കൂഗറിന്റെ വന്യമായ വേട്ടയാടലുകളും നാടകീയതയും ഡബ്ബിയെ വല്ലാതെ തകർത്തു. മലമുകളിൽ കയറാനും കൂഗറുകളെ വേട്ടയാടാനുമുള്ള ആഗ്രഹം അവൾക്ക് മടുത്തു. അവളിപ്പോൾ ചൂക്ക് സിംഹവേട്ടയ്ക്ക് പോകുമ്പോൾ തമാശയായി ഒരു കാര്യം പറയും: നിങ്ങളുടെ കുതിരയ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒന്നിനെ പിടിക്കാമെന്ന പ്രതീക്ഷയിൽ പർവ്വതത്തിലേക്ക് കയറുന്നത് വിഡ്ഢിത്തമാണെന്ന്. അങ്ങനെ 2001 ബോഡൻജുക്ക് ഒരു കാര്യം തീരുമാനിച്ചു. ആ ടോമിനെ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ 9 വർഷമാകാറായി. അവന്റെ പ്രായം 10 അല്ലെങ്കിൽ 11 കാണണം. ഇതൊരു മാക്സിമം പ്രായമാണ്. മുൻപ് കാണുമ്പോൾ തന്നെ വളരെ വലിപ്പമായിരുന്നു അവന്. പ്രായത്തേക്കാൾ കൂടുതൽ ശരീരം അവനുണ്ട്. ഈ മുതിർന്ന പ്രായത്തിൽ മറ്റൊരു കൂഗറുമായി ഏറ്റുമുട്ടാൻ സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ ഒരുപാട് യുദ്ധങ്ങൾ കഴിഞ്ഞും കാണണം. ടോമിന്റെ പ്രദേശം കീഴടക്കാൻ മറ്റൊരു ശക്തൻ കടന്നു വരും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ബിഗ് ടോമിന്റെ സാമ്രാജ്യം തട്ടിയെടുക്കാൻ മറ്റൊരു ടോം എത്തുകയും ചെറുപ്പത്തിന്റെ ശക്തിയുടെ മുന്നിൽ ബിഗ് ടോം തോറ്റുപോവുകയും ചെയ്യും. തുടർന്ന് ഈ പ്രദേശം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ജീവൻ ഇല്ലാതാവുകയോ ചെയ്താക്കാം. അവനെ രാജ്യത്തിനായി ഉടൻ തന്നെ കൊല്ലും. ബോഡൻജുക്ക് തന്റെ പഴയ വേട്ടയാടൽ കൂട്ടാളി കെല്ലി ജോറൈറ്റുമായി ഒരിക്കൽ കൂടി ഒന്നിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരിക്കൽ അവർ കൂഗറിനെ വേട്ടയാടാൻ ഇറങ്ങിയപ്പോൾ ഒരു വലിയ കൂഗർ കുത്തനെയുള്ള ഇറക്കത്തിലേക്ക് ചാടിയിറങ്ങി. ഇപ്രാവശ്യം റൈറ്റ് ആയിരുന്നു വേട്ടനായ്ക്കളെ കൊണ്ടുവന്നത്, ബോൺസും റബ്ബയും. എന്നാൽ ആ ചെരുവിലേക്ക് ഇറങ്ങാൻ അവർക്ക് കഴിയില്ലായിരുന്നു. റൈറ്റ് നിർദ്ദേശം നൽകിയപ്പോൾ നായ്ക്കൾ താഴ്വര ചുറ്റി താഴേക്ക് ഇറങ്ങുവാനായി ഓടി. ചുക്കും റൈറ്റും മറ്റൊരു പദ്ധതി തയ്യാറാക്കി. അവരുടെ വാഹനത്തിൽ കരുതിയ കയർ ഒരു മരത്തിൽ കെട്ടി അതിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. ആദ്യം അരയിൽ കുരുക്ക് കെട്ടി ഇറങ്ങിയത് റൈറ്റ് ആയിരുന്നു. അതിന് പിറകെ ചുക്കും. എന്നാൽ റൈറ്റിന് ചുവട് പിഴച്ചു. റൈറ്റ് ചവിട്ടിയ ഭാഗത്തെ ഒരു കല്ലടർന്ന് താഴേക്ക് പതിച്ചു. അതിന് പിറകെ താഴേക്ക് വന്ന റൈറ്റ് അരയിൽ കുരുക്കിട്ടതിനാൽ തൂങ്ങിക്കിടന്നു. എന്നാൽ റൈറ്റ് താഴേക്ക് വലിഞ്ഞ ആ നിമിഷം തന്നെ ചൂക്കിനും നിയന്ത്രണം നഷ്ടമായി. ചൂക്കും താഴേക്ക് വന്ന് റൈറ്റിന്റെ കഴുത്തിൽ വന്നു നിന്നു. അതോടെ അയാളുടെ കഴുത്ത് വല്ലാതെ മുറുകി. പെട്ടെന്ന് തന്നെ റൈറ്റ് തളർന്നുപോയി. ഉടനെ തന്നെ ചൂക്ക് മലമുകളിലേക്ക് പിടിച്ചു കയറി. അതോടുകൂടി റൈറ്റ് തിടുക്കത്തിൽ മുകളിലേക്ക് കയറുകയും വേട്ട അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോഴേക്കും നായ്ക്കൾ താഴെ വന്നു നിന്ന് കുരയ്ക്കുവാൻ തുടങ്ങി. റൈറ്റ് അവരെ തിരികെ വിളിച്ചു. പിന്നീട് മറ്റൊരു ദിവസം അവർ കുതിരപ്പുറത്ത് ടോമിനെ തേടിയിറങ്ങി. സ്പ്രിംഗ് കാനോണിന് സമീപം ഒരു ഫാമിൽ സ്ഥിരമായി കന്നുകാലികളെ ഒരു കൂഗർ ആക്രമിക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ചിരുന്നു. അതൊരുപക്ഷെ ടോം തന്നെയാകുമെന്ന പ്രതീക്ഷയിൽ അവർ അവിടേക്കെത്തി. എന്നാൽ ഫാമിന് സമീപം കണ്ട അടയാളങ്ങളിൽ നിന്നും വലുതും എന്നാൽ ടോമിനോളം അത്ര ഇല്ലാത്തതുമായ ഒരു കൂഗറാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് മനസ്സിലായി. ഇന്ന് പുലർച്ചുകൂടി അത് ഇവിടെ സന്ദർശിച്ചിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവർ നായ്ക്കളെ സ്വതന്ത്രരാക്കി. നായ്ക്കൾക്ക് മണം കിട്ടിയതോടെ അവർ പരക്കം പാഞ്ഞു. അതോടെ അവർ ആശ്ചര്യപ്പെട്ടു. ഇവിടെ അടുത്ത് തന്നെ ഒരു കൂഗർ ഉണ്ട് എന്ന് അവിടെ വന്നവർക്ക് മനസ്സിലായി. ബ്ലൂട്ടിക്ക് മണം പിടിച്ച് ഓടിപ്പോയത് ഫാമിനോട് ചേർന്ന് പൂട്ടിയിട്ടിരിക്കുന്ന ഒരു വർക്ക്ഷോപ്പിലേക്കാണ്. ഗോമർ ആ ഷോപ്പിന്റെ ചുറ്റും വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. ബ്രൂട്ടസ് ഒരു മൂലയിൽ നിന്ന് കാതോർത്ത് നിൽക്കുന്നു. ഉടനെ തന്നെ വർക്ക്ഷോപ്പിന്റെ ചാവി കൊണ്ടുവന്നു. ഗോമർ മുരൾച്ചയോടെ ഗേറ്റിലേക്ക് തന്നെ നോക്കി നിന്നു. ബോഡൻജുക്ക് പൂട്ട് തുറന്ന് ഗേറ്റ് പതിയെ തുറന്ന് വിടവിലൂടെ നോക്കി. അയാൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. വർഷങ്ങളായി ഗ്രീസ് കൊടുക്കാത്ത ഗേറ്റ് കർ ശബ്ദത്തോടെ തുറന്നു. പെട്ടെന്നായിരുന്നു ഒരു വ്യക്തി അവിടെ നിന്നും ചീറ്റിക്കൊണ്ട് പുറത്തേക്ക് ചാടിയത്. അത് ചൂക്കിൻ്റെയും ഫാം ഉടമയുടെയും ഇടയിലൂടെ ഓടി. മത്സരം തുടങ്ങി. 4 നായ്ക്കളും ഇരയെ കണ്ടതോടെ ഇമ വെട്ടാതെ പിറകെ വെച്ചു പിടിച്ചു. മണൽപ്പൊടികൾ ഉയർന്നു പൊങ്ങി. ആ 3 മനുഷ്യർ നോക്കി നിൽക്കെ പൊടിക്കാറ്റിലേക്ക് ആ 5 മൃഗങ്ങൾ ലയിച്ചു. കാറ്റ് ശക്തമായി വീശി. ആ 5 പേരുടെ ശബ്ദവും അലയടിച്ചു. ചുക്കും റൈറ്റും അവരെ നോക്കി നടന്നു.
കൂഗർ നായ്ക്കളെ 4 വശത്തേക്കുമായി ചിതറിക്കുകയായിരുന്നു. എന്നാൽ ബ്ലൂടിക്ക് പെട്ടെന്നായിരുന്നു കൂഗറിന്റെ ദേഹത്തേക്ക് കുരച്ചുകൊണ്ട് ചാടിയത്. എന്നാൽ കൂഗർ ബ്ലൂടിക്കിന്റെ കഴുത്തിൽ പിടുത്തമിട്ടു. ഉടനെ കഴുത്തിലെ പിടിവിടാനായി മറ്റു വേട്ടനായ്ക്കൾ കൂഗറിന്റെ ശരീരത്തിലേക്ക് കടിക്കുവാൻ തുടങ്ങി. ഉടനെ തന്നെ അവൻ പിടുത്തം വിട്ടു. എന്നാൽ റെഡ്മോൺ പിറകെ ചെന്ന് കൂഗറിന്റെ കഴുത്തിൽ പിടുത്തമിട്ട് കൂഗറിന്റെ തല പാറയിലൂടെ ഉരച്ചു. അവർ തമ്മിലുള്ള പിടിവലിയിൽ അവർ രണ്ടുപേരും പാറയിലൂടെ ഉരുണ്ട് 5 അടിയോളം താഴേക്ക് വന്നു വീണു. ഉടനെ തന്നെ കൂഗർ അവന്റെ പിടിയിൽ നിന്നും മോചിതനായി. എന്നിട്ടും കൂഗറിനെ വേട്ടനായ്ക്കൾ എവിടേക്കും വിടാതെ വട്ടമിട്ടു നിന്നു. കൂഗറിനെ ഒരു വഴിക്കും ഓടാൻ കഴിയാതെ നിൽക്കുന്ന സമയത്ത് റൈറ്റ് അവന്റെ നെഞ്ചിലേക്ക് ഒരു വെടി പൊട്ടിച്ചു. കൂഗർ പിൻഭാഗം ഉയർത്തി തല കുത്തി വീണു. എന്നാൽ വീണ്ടും അവൻ എഴുന്നേൽക്കുകയും അപ്പോൾ തന്നെ വീണു മരിക്കുകയും ചെയ്തു. വേട്ടനായ്ക്കൾ അതോടെ കൂഗറിന്റെ കയ്യിലും കാലിലും കടിച്ചു വലിച്ചു. റൈറ്റും ചൂക്കും എത്തിയപ്പോൾ അവർ വാലാട്ടി കൂഗറിനടുത്തു നിന്നും മാറി. 80 കിലോയായിരുന്നു ആ കൂഗറിന്റെ ഭാരം. അത് ഒരു ആണായിരുന്നു. ഫിഷ് ലേക്ക് ദേശീയ വനത്തിൻ്റെ വടക്കു ഭാഗത്താണ് കാനോൺ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. കൂഗറുകൾ ഈ പ്രദേശത്ത് ധാരാളമാണ്. ഇവിടം വിട്ടുപോകാൻ അവർ ആഗ്രഹിക്കില്ല. കാരണം അവരുടെ ഇഷ്ടഭക്ഷണമായ മാനുകൾ ഇവിടെ കുറേയേറെയുണ്ട്. അതിനു പുറമെ എൽക്കുകൾ, മുയലുകൾ, എലി, പല്ലിവർഗങ്ങൾ, ഇഴജന്തുക്കൾ എന്നിവയും ഇവിടെ കാണപ്പെടുന്നു. വിവേചനം കാണിക്കാതെ ഇവയെല്ലാം കൂഗറുകൾ ആഹാരമാക്കുന്നു. 4 ദിവസം കൂടി കഴിഞ്ഞു. 2021 ജൂൺ 13 രാത്രി സ്പ്രിംഗ് കാനോനിൽ വെച്ച് ടോം ഒരു വലിയ മ്യൂൾ മാനിനെ പിടികൂടി കൊന്നു. ഒന്നെങ്കിൽ താഴെ മരങ്ങൾക്കിടയിലിരുന്ന് മാനിനെ പിടികൂടുകയോ അല്ലെങ്കിൽ മലയിടുക്കിലിരുന്ന് നേരെ അതിന്റെ മുതുകിലേക്ക് ചാടി വീഴുകയോ ചെയ്തേക്കാം. അതിനോടൊപ്പം തന്നെ അവന്റെ പല്ലുകൾ മാനിന്റെ കഴുത്തിൽ ആഴ്ന്നിറക്കി മുൻകാലുകൾ കൊണ്ട് മാനിന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിക്കുകയും മണ്ണിലേക്ക് മാനിന്റെ തല കൂപ്പുകുത്തും വിധം താഴേക്കിരിക്കും. ആ ഇരുട്ടിൽ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങുമ്പോൾ തന്നെ അതിന്റെ കഴുത്തൊടിഞ്ഞു പോയിട്ടുണ്ടാകും. പതിയെ ടോം അവന്റെ വയറ് നിറയ്ക്കുകയും ചെയ്തു. പുലർച്ചയോടെ വയറ് നിറയെ മാംസം കഴിച്ച ശേഷം ടോം അവിടെ നിന്നും മാറിപ്പോയി. അതേസമയം സ്പ്രിംഗ് കാനോൻ മലയുടെ അടിത്തട്ടിൽ ബോഡൻചുക്കും റൈറ്റും കുതിരപ്പുറത്ത് അവരുടെ വേട്ടനായ്ക്കളെ പിന്തുടരുകയായിരുന്നു. ബോഡൻചുക്ക് ബ്രൂട്ടസിനെയും ഗോമറിനെയും കൊണ്ടുവന്നു. റൈറ്റ് ഇത്തവണ 2 നായ്ക്കളെ കൂടുതൽ കൊണ്ടുവന്നിരുന്നു. ആ വേട്ടനായ്ക്കൾ ഇവയായിരുന്നു: ബോൺസ്, ബ്ലാക്ക് ആൻഡ് ടാൻ, റബ്ബ, ഒരു റെഡ് ടിക്ക്. റൈറ്റിന്റെ നായ്ക്കൾ മുന്നോട്ട് പോവുകയും വേഗത്തിൽ ട്രാക്ക് കണ്ടെത്തുകയും ചെയ്യും. അവരിൽ റബ്ബ മിടുക്കിയാണ്. അവൾ പെട്ടെന്ന് ഒരു ട്രാക്ക് കണ്ടുപിടിക്കും. വെയിലായാലും മഴയായാലും അവൾക്ക് പ്രശ്നമേയല്ല. വേട്ടയാടൻ മാത്രമായി ജനിച്ചു എന്ന പോലെ അവൾ ജീവിക്കുന്നു. സൂക്ഷ്മമായി അവളെ നിരീക്ഷിച്ചില്ല എങ്കിൽ അവൾ അപ്രത്യക്ഷയാകുകയും ഇരയെ ദിവസങ്ങളോളം തനിയെ വേട്ടയാടുകയും ചെയ്യും. നായ്ക്കൾ കൂഗറിന്റെ ട്രാക്കിൽ മണം പിടിച്ചു നടന്നു. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഒരു പുത്തൻ ജടം കണ്ടതും നായ്ക്കളുടെ ആവേശം വർദ്ധിച്ചു. അവർ ഉടനെ തന്നെ സന്തോഷകരമായ താഴ്ന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ആവേശത്തോടെ ആ മാനിന്റെ ശരീരത്തിന് ചുറ്റും നടക്കുകയും ചെയ്തു. അതോടുകൂടി ആ വലിയ പൂച്ച ഇവിടെ അടുത്തുണ്ടെന്ന് അവർ അറിഞ്ഞു. മാനിന്റെ ശരീരത്തിന്റെ വലിയൊരു ഭാഗം തന്നെ അവൻ ആഹാരമാക്കിയിട്ടുണ്ട്. ആ വയസ്സൻ ടോമിന് വയറ് നിറഞ്ഞിരുന്നു. അതിനാൽ ഇത് പിന്തുടരാനുള്ള ദൂരം കുറയ്ക്കുന്നു. എന്നാൽ അവൻ കൂടുതൽ മുന്നോട്ട് നീങ്ങി പോയിരിക്കുന്നു. അവന്റെ സ്വഭാവ തന്ത്രങ്ങളിൽ ഒന്നായിരിക്കും ഇത്. അവൻ ഇടുക്കുകൾ താണ്ടി മുകളിലേക്ക് കയറുകയും സ്പ്രിംഗ് കാനോനിൽ നിന്ന് റോക്ക് കാനോനിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇത് മനസ്സിലാക്കാൻ കാരണം നായ്ക്കൾ കുരച്ചുകൊണ്ടിരുന്നപ്പോൾ മുകളിലെ പാറയിലൂടെ ഓടിക്കയറിയ ടോമിന്റെ വഴിയിൽ നിന്നും കുറച്ച് കല്ലുകളും മണൽ പൊടിയും താഴേക്ക് വന്നു വീണു. എന്നാൽ അവർക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ അവിടെ ഉണ്ടെന്ന് നായ്ക്കൾക്ക് മനസ്സിലായി. ഉടനെ തന്നെ റൈറ്റ് ഓർഡർ കൊടുത്തു: ക്യാച്ച് ഹിം. ബിഗ് ടോം നായ്ക്കളുടെ ശബ്ദം കേട്ടു. പാറക്കെട്ടുകൾക്കും ഓക്ക് ചെടികൾക്കും ഇടയിലൂടെ അവൻ ഓടി. നായ്ക്കൾ അവനെ തേടുമ്പോൾ ബ്രെഡിൽ താറാവ് കറിയും നെയ്യും ചേർത്ത ഭക്ഷണം അവർ കഴിക്കാനിരുന്നു. എന്നാൽ വളരെ തിടുക്കത്തിൽ റൈറ്റും കുതിരയും റോക്ക് കാനോനിലേക്കുള്ള ദുർഘടം പിടിച്ച വഴിയിലൂടെ മുകളിലേക്ക് സഞ്ചരിച്ചു.
മലയിടുക്കിലൂടെ ഓരോ പാറയിലേക്കും ചാടി തെന്നി നീങ്ങി അവൻ പോയി. കാറ്റിൽ വേട്ടപ്പട്ടികളുടെ ശബ്ദം മാറി മാറി വന്നു. എന്നാൽ ചില നേരം ഭയപ്പെടുന്നത് പോലെ വേട്ടനായ്ക്കൾ ഒച്ച വയ്ക്കുന്നുണ്ടായിരുന്നു. പഴയ ടോമും നായ്ക്കളെ ചിതറിക്കുകയായിരുന്നു. പർവ്വതസിംഹം പാറയിൽ നിന്നും പാറയിലേക്ക് ചാടി. വേട്ടനായ്ക്കൾ മുകളിലേക്ക് അവന്റെ വഴി തേടി ഓടി. ഇതെല്ലാം വളരെ വേഗത്തിലായിരുന്നു. അതോടുകൂടി ബോഡൻജുക്കിനും റൈറ്റിനും അവരുടെ ട്രാക്ക് നഷ്ടപ്പെട്ടു. മണിക്കൂറുകൾ കഴിഞ്ഞു. ഇപ്പോൾ 3 മണിക്കൂർ പഴക്കമുണ്ട്. കുതിരകളെ ഒരിടത്ത് നിർത്തി അവർ മുകളിലേക്ക് കയറ്റം തുടങ്ങിയിരുന്നു. അവർ മലയിടുക്കിലൂടെയും പാറയിലൂടെയും പിടിച്ച് ഉയരത്തിലേക്ക് നടന്നു. ബോഡൻജുക്കും റൈറ്റും വെർട്ടിഗോ ഉണ്ടാക്കുന്ന ഭൂപ്രദേശത്തു നിന്നും 2 മണിക്കൂറോളം വന്യമായി സവാരി നടത്തി. അവർക്ക് ഒന്നും കണ്ടെത്താനായില്ല. കാറ്റിൽ ആ മൃഗങ്ങളുടെ ശബ്ദം വന്നെത്തുമെന്ന് പ്രതീക്ഷിച്ച് അവർ മുകളിലേക്ക് കയറുമ്പോൾ ഒരു ഇടിമുഴക്കമുണ്ടായി. ഒരു വലിയ കൊടുങ്കാറ്റ്. കഴിയുന്നത്ര വേഗത്തിൽ അവർ മുകളിലേക്ക് കയറുവാൻ ശ്രമിച്ചു. എന്നാൽ കാറ്റ് വളരെ വലിയ ശബ്ദത്തോടെ വീശി. ഇത് അവരുടെ പ്രതീക്ഷകളെ ഇല്ലാതാക്കി. അവർ അതോടുകൂടി തിരിഞ്ഞു നടക്കുവാൻ തുടങ്ങി. നനഞ്ഞും തളർന്നും അവർ ട്രഫ് ഹോളോയുടെ മറുവശത്തേക്ക് 2 മൈൽ നടന്നു. ഇത് തുടർച്ചയായ 4 ദിവസമാണ് പഴയ ടോമിനെ പിന്തുടരുന്നത്. വ്യത്യസ്തമായ ദിശയിലേക്കാണ് ഓരോ ദിവസവും സഞ്ചരിക്കുന്നത്. ഇത് നായ്ക്കളെ തീർച്ചയായും ആശയക്കുഴപ്പത്തിലാക്കും. കാരണം കഴിഞ്ഞ ദിവസം ഈ വഴിക്കാണ് വന്നത്. അതിനാൽ നായ്ക്കൾ കൂഗറിനെ ഓടിച്ച് ഈ വഴിക്ക് കൊണ്ടുവരികയില്ല. പക്ഷേ കാറ്റ് റൈറ്റിനെയും ബോഡൻജുക്കിനെയും ഈ വഴിക്കാണ് എത്തിച്ചത്. വളരെ ശക്തമായ കാറ്റ് വീശിക്കൊണ്ടേയിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞു പോകുന്നു. ഇപ്പോൾ വേട്ട നായ്ക്കളുമായി വേട്ടയ്ക്കിറങ്ങിയിട്ട് 8 മണിക്കൂറായി കാണണം. ശക്തമായ കാറ്റ് കാരണം സുരക്ഷിതമായ ഒരു ഗുഹയിൽ അവർ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് 3-4 ആളുകൾ താഴെ നിന്നും പർവ്വതത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറുന്നത് അവർ കണ്ടത്. കൊമ്പ് ശേഖരിക്കുന്ന ആളുകളായിരുന്നു അത്. അവർ ആ ഗുഹയിലേക്ക് കയറി കുറച്ചു സമയം നിന്നു. അവർ തമ്മിൽ അല്പം സംസാരിച്ചപ്പോൾ തന്റെ വേട്ടനായ്ക്കൾ മുകളിലേക്ക് പോയത് അവർ പറഞ്ഞു. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ മറ്റു 2 പേർ കൂടി അവിടേക്ക് വന്നു. നായ്ക്കളുടെ കാര്യം അവരോട് പറഞ്ഞപ്പോൾ അവർ മുൻപ് വന്നവരോട് ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ആ നായ്ക്കളെ കണ്ടില്ലേ? അവർ തിരിച്ചും ചോദിച്ചു, നായ്ക്കളോ, എവിടെ? ഇത് കേട്ട് ബോഡൻജുക്ക് നിരാശയോടെ ചോദിച്ചു, നിങ്ങൾ എൻ്റെ നായ്ക്കളെ കണ്ടുവോ? സൂര്യൻ ചക്രവാളത്തിൽ ഒരു ചുവന്ന പന്തായി തീർന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് സാമൂഹികമായ അവകാശങ്ങൾക്കായി സമയമില്ലായിരുന്നു. അവർ നായ്ക്കളെ കണ്ടുവന്ന ചോദ്യത്തിന് മറുപടിയായി ഒരു വരമ്പിലേക്ക് ചൂണ്ടിക്കാണിച്ചു. വരമ്പിന്റെ അവസാനത്തേക്ക് അവർ നോക്കിയെങ്കിലും പൊടിക്കാറ്റായതിനാൽ വ്യക്തമായി ഒന്നും കാണാൻ കഴിയുന്നില്ല. ബോഡൻജുക്കും റൈറ്റും അവരുടെ മലകളിൽ നിന്നും താഴെ പാറയിലേക്ക് ചാടി. അവർ കാതോർത്ത് നടന്നപ്പോൾ വേട്ടനായ്ക്കളുടെ ശബ്ദം വളരെ താഴെയായി പതിഞ്ഞ രീതിയിൽ കേൾക്കാമായിരുന്നു. പക്ഷെ കുതിരകൾക്ക് അവിടേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. 200 അടി താഴ്ചയിൽ വെള്ളം ഒഴുകുന്നത് പോലെ തോന്നിക്കുന്ന ചരലും കല്ലുകളും കിടക്കുന്ന വഴിയിലൂടെ അവർ നീങ്ങി. എന്നാൽ റൈറ്റിന് വേഗത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. ചൂക്ക് അതിവേഗം ചാടിയിറങ്ങി. നേരത്തെ മുകളിലേക്ക് ഓടിപ്പോയ ടോമും നായ്ക്കളും ഇപ്പോൾ താഴെയാണ് എത്തിയിരിക്കുന്നത്. ഒരു പക്ഷെ കൂഗർ വേട്ടനായ്ക്കളെ കബളിപ്പിച്ച് ഇവിടേക്ക് എത്തിയതായിരിക്കണം. ബോഡൻജുക്ക് സലേറേറ്റസ് ക്രീക്കിൽ നിന്ന് 200 യാർഡ് താഴേക്ക് കുനിഞ്ഞു ഓടി. അവിടെ പൈൻ മരങ്ങൾ നിരന്നു നിൽക്കുന്നു. കുറച്ചും കൂടി നടന്നപ്പോൾ ബ്രൂട്ടസ് ചൂക്കിനെ കണ്ടു ശബ്ദമുണ്ടാക്കി. റബ്ബയും ഗോമറും ഒരു പൈൻ മരത്തിന് കീഴെ നിൽക്കുന്നു. ചൂക്കിന് സംഭവം മനസ്സിലായി. ഇനി 2 ദിവസം കഴിഞ്ഞ് വേട്ടനായ്ക്കളെ തേടി വന്നാലും റബ്ബയും ഗോമറും ഇനി പിന്നോട്ട് പോകില്ല എന്ന് ഉറപ്പാണ്. അതെന്താണെന്നല്ലേ? ടോം ഒരു പൈൻ മരത്തിന്റെ 15 അടി മുകളിലായി ഇരിക്കുന്നു. മരത്തിൽ നിന്ന് താഴേക്കിറങ്ങാതെ ഗോമറും റബ്ബയും തൊട്ട് താഴെ തന്നെ നിൽക്കുന്നു. മരത്തിൽ നിന്ന് താഴേക്കിറങ്ങിയാൽ 100 മീറ്റർ ഓടിയാൽ തന്നെ ടോമിനെ വ്യക്തമായും രക്ഷപ്പെടാനുള്ള അവസരമുണ്ട്. നായ്ക്കളെ പ്രയാസപ്പെടുത്തുന്ന കുത്തനെയുള്ള ഇറക്കമാണ് അവിടെ. നഷ്ടപ്പെടാൻ സമയമില്ലായിരുന്നു. ആ വയസ്സൻ ടോം കാണുന്നതിന് മുൻപേ ബോഡൻജുക്ക് ആ മരത്തിന്റെ ചുവട്ടിലെത്തി. അപ്പോൾ മാത്രമാണ് ടോം ആ മനുഷ്യനെ കണ്ടത്. അതോടുകൂടി ടോം തന്റെ പല്ലുകൾ കാണിച്ചു. അവന്റെ ചുണ്ടുകൾ താഴ്ത്തിയും നീചമായി ഒന്ന് അലറി.
അവൻ തൻ്റെ കാലുകൾ ശരീരത്തിനിടയിലേക്ക് കൂട്ടിവെച്ച് കുതിക്കുവാൻ തയ്യാറെടുത്തു. യജമാനന്മാർ വരുന്നത് കണ്ടപ്പോൾ വാലാട്ടിക്കൊണ്ട് നായ്ക്കൾ തളർന്നു കിടന്നു. ആ സെക്കൻഡിലാണ് ചൂക്ക് ഞെട്ടിപ്പോയത്. റൈഫിൾ എടുത്തിട്ടില്ല. ബോഡൻചുക്ക് തൻ്റെ റൈഫിൾ മറന്നുപോയിരിക്കുന്നു. ഭീമാകാരനായ ആ വലിയ പൂച്ച കുതിക്കുവാൻ തയ്യാറായപ്പോൾ അയാൾ ഒരു നിമിഷം ആശയക്കുഴപ്പത്തിലായി. പച്ചയായ സിംഹക്കണ്ണുകളാൽ അവൻ ചൂക്കിനെ നോക്കി. യുദ്ധം ചെയ്യണോ ഓടിപ്പോകണോ എന്ന് തീരുമാനിക്കുന്നത് പോലെ. അപ്പോഴാണ് .357 കുറിച്ച് ഓർത്തത്. ബോഡൻചുക്ക് ഇടുപ്പിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് അവൻ പുറത്തേക്കെടുത്തു. വലിയ ഭാരമുള്ള ടോം മരത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി. ബോഡൻചുക്ക് ആ ചലനത്തിൽ വെച്ച് തന്നെ വെടിയുതിർത്തിരുന്നു. ബിഗ് ടോമിനെ മുറിവ് പറ്റി. എന്നിട്ടും അവൻ താഴേക്ക് കൃത്യമായി തന്നെ ലാൻഡ് ചെയ്തു. മുറിവേറ്റ ടോം അപ്പോഴേക്കും സുരക്ഷയെ അർത്ഥമാക്കുന്ന വരമ്പിലേക്ക് ഒരു ചുവട് വെച്ചു. പക്ഷേ പിന്നീട് നിർത്തി അവൻ തിരിഞ്ഞു. അതോടുകൂടി വളരെ അടുത്തായി രണ്ട് വേട്ടക്കാരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി. പർവ്വതസിംഹം ചെവി മടക്കി. പച്ച കണ്ണുകൾ പ്രതികാരത്താൽ ഇരുണ്ടുപോയിട്ടുണ്ടായിരുന്നു. 9 വർഷത്തെ കാത്തിരിപ്പ് വിരൽ തുമ്പിൽ അവസാനിപ്പിക്കാൻ ബോഡൻചുക്ക് .357 വീണ്ടും ഉയർത്തി. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഒരു വെടിയുണ്ട ടോമിന്റെ നെഞ്ചിലേക്ക് കയറിപ്പോയി. അത് അവന്റെ ഹൃദയം തകർത്തു. നിന്ന നിൽപ്പിൽ തന്നെ ടോം ചത്തുവീണു. വെടിയൊച്ച കേട്ടതോടെ ക്ഷീണത്തോടെ കിടന്നിരുന്ന വേട്ടനായ്ക്കൾ അതോടെ എഴുന്നേറ്റ് ടോമിന്റെ അരികിലേക്ക് ഓടി. എന്നാൽ ചൂക്ക് ശബ്ദമുണ്ടാക്കിയപ്പോൾ അവർ ടോമിനെ സ്പർശിച്ചില്ല. ടോമിന്റെ വായിൽ നിന്നും നുരയും വെള്ളവും ഒഴുകിയിട്ടുണ്ടായിരുന്നു. സുന്ദരമായ അവന്റെ മുഖത്ത് മുൻപ് നടന്ന യുദ്ധങ്ങളുടെ പോറിൽ പോലും ഇല്ലായിരുന്നു. ഭീമാകാരനായ ആ മൃഗത്തിന് 94 കിലോയായിരുന്നു ഭാരമുണ്ടായിരുന്നത്. നീണ്ട 9 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ബോഡൻചുക്ക് അവന്റെ ദൗത്യം പൂർത്തിയാക്കി. പിന്നീട് അവിടേക്ക് നടന്നെടുത്ത റൈറ്റിനെ ബോഡൻചുക്ക് കെട്ടിപ്പിടിച്ച് സന്തോഷിച്ചു. കൂടാതെ തൻ്റെ വേട്ടനായ്ക്കളെ ബോഡൻചുക്ക് ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിക്കുകയും തലോടുകയും ചെയ്തു. അപ്പോഴാണ് റൈറ്റിനെ ബോഡൻചുക്ക് വിളിക്കുകയും ഒരു കാര്യം കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. ബ്ലൂ ടിക്കിൻ്റെയും ബ്ലാക്ക് ആൻഡ് ടാനിൻ്റെയും കഴുത്തിൽ ആ വയസ്സൻ ടോം വലിയ മുറിവുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. വേട്ടനായ്ക്കളെ വലിയ രീതിയിൽ പരിക്കേൽപ്പിച്ചതിന് ശേഷമാണ് ബോഡൻചുക്കിന്റെ തോക്കിന് മുന്നിൽ ആ ബിഗ് ടോം കീഴടങ്ങിയത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതേ ജൂലൈ മാസത്തിൽ ഉച്ചതിരിഞ്ഞ് സലേററ്റസ് കാനോന് അഭിമുഖമായി ബോഡൻചുക്കും റൈറ്റും നിൽക്കുകയായിരുന്നു. 1000 അടി താഴെയുള്ള ഭൂപ്രകൃതിയിൽ സൂര്യൻ നിഴലുകൾ വരച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മലയിടുക്കിലേക്ക് നോക്കിക്കൊണ്ട് ബോഡൻചുക്ക് പറഞ്ഞു, ഇപ്പോൾ ആ പഴയ ടോം ഈ വരമ്പിൽ നിന്ന് പോയതിനാൽ എനിക്ക് ഒരു ശൂന്യത നന്നായി അനുഭവപ്പെടുന്നുണ്ട് എന്ന്. ഇത് കേട്ട് റൈറ്റ് കൂടുതലൊന്നും പറഞ്ഞില്ല. അവൻ ബോഡൻചുക്കിനെ നോക്കി നിന്നു. ബോഡൻചുക്ക് ഒരു ഗെയിം റഫറിയാണെന്ന് റൈറ്റ് ചിന്തിച്ചു. മൗണ്ടൻ ലയൺ, കരടികൾ, കൊയോട്ടുകൾ, മറ്റു ജീവികൾ എന്നിവ മനുഷ്യരുമായി ഏറ്റുമുട്ടാതിരിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ആക്രമണമുണ്ടാക്കുന്ന ജീവികളെ കൃത്യമായി കണ്ടുപിടിച്ച് പരിഹാരം കാണുന്നതോടെ നാശനഷ്ടമുണ്ടാകുന്ന വ്യക്തിക്ക് ചെറിയ ആശ്വാസമുണ്ടാകുന്നു. അല്ല എങ്കിൽ ആ വ്യക്തി നേരിട്ടിറങ്ങി നിരപരാധികളായ പല മൃഗങ്ങളെയും കൊന്നൊടുക്കാൻ സാധ്യത ഉണ്ടാകുന്നു. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് ബോഡൻചുക്കിന്റെ ജോലിയാണ്. അതുവഴി യൂട്ടാ സംസ്ഥാനത്ത് ഈ മൃഗങ്ങൾക്കും മനുഷ്യനും ഒരുമിച്ച് ജീവിക്കാനാകും. റൈറ്റും ചുക്കും സംസാരിച്ചു നടക്കുകയായിരുന്നു. പെട്ടെന്ന് ചൂക്ക് ഒരു പൈൻ മരത്തിന് ചുവട്ടിലേക്ക് നോക്കി. പിന്നെ അവിടെ കുനിഞ്ഞിരുന്നു. ബോഡൻചുക്കിന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. റൈറ്റിനെ നോക്കിക്കൊണ്ട് ചൂക്ക് പറഞ്ഞു, ഈ താഴ്വരയിൽ മറ്റൊരു ടോമുണ്ട്. വിരൽ കൊണ്ട് ചൂക്ക് മരത്തിൽ തലോടി. കാരണം മരത്തിൽ മൗണ്ടൻ ലയൺ മാന്തി അടയാളങ്ങൾ ഇട്ടിരിക്കുന്നു. മരത്തിൽ പോറലുകൾ കണ്ടപ്പോൾ റൈറ്റ് പുഞ്ചിരിച്ചു. അതെ, ഇത് പുതിയ പോറലുകളാണ്. ആ പുതിയ പോറൽ വലുതായിരുന്നു.
അതിനു ചുറ്റും പ്രായപൂർത്തിയായ ഒരു ആൺകൂകരനല്ലാതെ മറ്റൊന്നിനും ഉണ്ടാക്കാൻ കഴിയാത്തത്ര വീതിയുള്ള ട്രാക്കുകൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത് നമ്മുടെ ബിഗ് ടോമിന്റെ സന്തതികളിൽ ഒരാൾ ആയേക്കാമെന്ന് ബോഡൻചുക്ക് അഭിപ്രായപ്പെട്ടു. ചിലപ്പോൾ എൻ്റെ മകൻ വന്ന് ഇവനെ വേട്ടയാടാൻ ആഗ്രഹിച്ചേക്കാം. എന്തായാലും എൻ്റെ മകൻ്റെ ജീവിതം ഒരു സിംഹത്തിൻ്റെ ജീവിതവുമായി ഇഴചേർന്ന് പോകണമെന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് റൈറ്റ് പൊട്ടിച്ചിരിച്ചു. വളർത്തുമൃഗങ്ങളെ കൊലപ്പെടുത്തുകയും ചിലതിനെ ആഹാരമാക്കുകയും ചെയ്ത ഒരു കുപ്രസിദ്ധനായ കൂഗറിന്റെ സംഭവകഥയാണ് ഫ്രാങ്ക് മിനിറ്റർ എന്ന വ്യക്തി ഇവിടെ അവതരിപ്പിച്ചത്. നമസ്കാരം. ബിഗ് ടോമിൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.